ഗായ്സ്, അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ നോക്കുമ്പോൾ? അപ്പം നമ്മുടെ ചാനൽ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചാനൽ ഞാൻ കണ്ടല്ലോ, ഇതിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതല്ലേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Be with Beardman. ഹായ്, ഹലോ, വെൽക്കം ടു ബി വിത്ത് ബിയർഡ്മാൻ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വയനാട് ബാണാസുര ഡാമിലാണ്. സോ എൻ്റെ തൊട്ട് പുറകിലെ ഈ സൈഡിൽ കാണുന്നതാണ് ബാണാസുര ഡാമിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. നമ്മളതിന് മുകളിൽ കയറുന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും വലിയ രസം എന്ന് പറഞ്ഞാലേ, ഞാൻ തനിച്ചാണ് ഇപ്പോൾ യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തനിച്ചുള്ള എൻ്റെ യാത്രകൾ എപ്പോഴും ഭയങ്കര രസമാണ്. വയനാട് വരെ ഒറ്റയ്ക്ക് റൈഡ് ചെയ്ത് വരിക, അതൊക്കെ ഒരു സംഭവമല്ലേ. നമ്മളറിയാത്ത ആളുകളുമായിട്ട് പരിചയം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ മിസ്റ്ററി റിസോർട്ട് പരിചയപ്പെട്ടു. അതിനുശേഷം നേരെ ബാണാസുര ഡാമിലേക്കാണ് വന്നിട്ടുള്ളത്. സോ എന്താ പറയുക, ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഒരു രസകരമായിട്ടുള്ള കുറേ നല്ല കാഴ്ചകളാണ് കാണുന്നത്. മാനന്തവാടി കൽപ്പറ്റ ഭാഗത്താണ് ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മഡ് ഡാം എന്നറിയപ്പെടുന്നത്, അതായത് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മണ്ണുകൊണ്ടാണ് ഈ ഡാമിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ്ലി ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ ചുരുക്കം ചില ഡാമുകളുടെ പ്രത്യേകതയാണ് ഈ മണ്ണുകൊണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത് മാത്രമേ ഉള്ളൂ മണ്ണുകൊണ്ട് മാത്രം നിർമ്മിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഡാമിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. ഡാമിൻ്റെ കാഴ്ചകൾ കണ്ട് പെട്ടെന്ന് തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തിക്കിളിയതു ചൊന്നേ അലതല്ലും തിരകളെ ഒന്നായി കൈക്കുമ്പിൽ കോരിയെടുത്തേ. തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തിക്കിളിയതു ചൊന്നേ. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. കണ്ടുകൊണ്ടിരിക്കുന്നത് ബാണാസുര സാഗർ അണക്കെട്ടാണ്. ശരിക്കും കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിൽ പശ്ചിമഘട്ടത്തിൽ കബനി നദിയുടെ ഒരു പോഷക നദിയായി പനമരം പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ശരിക്കും ബാണാസുര സാഗർ അണക്കെട്ട് എന്നറിയപ്പെടുന്നത്. 1979 തോന്നുന്നത് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക്, അതായത് അന്നത്തെ കക്കയം ഡാം എന്നാണ് അത് അറിയപ്പെടുന്നത്, അതിലേക്ക് ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് ജലസേചനം, കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നതായിരുന്നു ബാണാസുര സാഗറിൻ്റെ ജലസേചന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ബാണാസുര സാഗർ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ സ്പിൽവേ ഡാം, കോസനി സാഡിൽ ഡാം, കോട്ടഗിരി സാഡിൽ ഡാം, നിയർ കോട്ടഗിരി സാഡിൽ ഡാം, കുറ്റ്യാടി സാഡിൽ ഡാം എന്നീ 5 ചെറിയ അണക്കെട്ടുകളും ഈ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ്. അതിൽ തന്നെ സ്പിൽവേ ഡാം വഴിയാണ് വെള്ളം തുറന്നു വിടുന്നതും. ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടും അതുപോലെ തന്നെ ഏഷ്യയിലെ 2ാമത്തെ വലിയ അണക്കെട്ടുമാണിത്. ഇതിനടുത്തായുള്ള മനോഹരമായ മലകളിലേക്ക് എൻ്റെ പൊന്നു മക്കളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സാഹസികമായിട്ടൊരു മലകയറ്റം നടത്താനുള്ള നമുക്ക് ഒരു ഉത്തമ തുടക്ക സ്ഥലം തന്നെയാണ് ഇവിടെ. സത്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിനോദസഞ്ചാര
കേന്ദ്രം കൂടിയാണ് ഇവിടെ. വലിയൊരു ആകർഷണമാണ് നമുക്ക് ഇവിടെ ചെല്ലുമ്പോൾ. നമുക്ക് വിനോദത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ആകർഷണം നമുക്കിവിടെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ അണക്കെട്ട് പദ്ധതി പ്രദേശത്തുള്ള സ്ഥലങ്ങളെ വെള്ളത്തിനടിയിൽ ആഴ്ത്തിയപ്പോൾ, അതായത് വെള്ളം പൊന്തിയപ്പോൾ അണക്കെട്ടിനകത്ത് ഏതാനും കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ദ്വീപുകളൊക്കെ. അതുപോലെ തന്നെയാണ് ബാണാസുര സാഗർ മലകളുടെ താഴ്വരയിലുള്ള ദ്വീപുകളും എൻ്റെ പൊന്നു മച്ചാമാരെ വേറെ ലെവലാണ്. പ്രകൃതി രമണീയമാണ്, വേറെ ലെവല്, വേറെ ഹൈ റേഞ്ചാണത്. നീല നീലവാനം നാം തിരഞ്ഞ തീരം തേടുവാനായി നാം ഇന്നീ യാത്ര. ഗായ്സ്, അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ നോക്കുമ്പോൾ? അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചാനൽ ഞാൻ കണ്ടല്ലോ, ഇതിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതല്ലേ. ശരി എന്നാ. മുന്നിൽ കണ്ടു ചിമ്മുന്നേ കണ്ണെത്താത്ത ദൂരങ്ങൾ, കണ്ണിൽ മിന്നിമായുന്നേ മിന്നും ദൂരു താരങ്ങൾ, മുന്നിൽ കണ്ടു ചിമ്മുന്നേ കണ്ണെത്താത്ത ദൂരം. ഗായ്സ്, നമ്മളിപ്പോൾ ഒരു ഊഞ്ഞാല ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഊഞ്ഞാലോളം തന്നെയാണ്. എല്ലാ മരത്തുമേ അവർ സെപ്പറേറ്റ് കണ്ടില്ലേ കയറ് കെട്ടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ബാണാസുര ഡാമിൻ്റെ അവിടെ കംപ്ലീറ്റ് കേരള ടൂറിസം ഒരു ടൂറിസം പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പൊളിയാണ്. ശരിക്കും കൊറോണ എന്നില്ലെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് ഉഷാറാക്കാം. അങ്ങനെ കുട്ടികളെ കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം. പക്ഷേ ഇവിടെ കുട്ടികളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്തായാലും പൊളിയാണ്. ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ ബാണാസുര ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര സംഭവമാണ് ഇവിടെ. അതായത് നമ്മൾ നടന്നെത്താത്ത എത്രത്തോളം ദൂരത്തേക്ക് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടയേർഡായി. ഇവിടെ ഇരിക്കാൻ നമുക്കിവിടെ ഓരോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആളുകൾക്ക് ബോട്ടിങ്ങിനുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ സിനിമ കാര്യങ്ങളെല്ലാം 4D കുട്ടികളുടെ ലെവലിലേക്കുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിൽ. എന്തായാലും ഈ ഒരു ക്രിസ്മസൊക്കെയാണ് വരാൻ പോകുന്നത്. വേനലവധിക്ക് പിള്ളേരൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ബി വിത്ത് ബിയുടെ എൻ്റെ വ്ളോഗ് ഇവിടെ തീരുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗ് വേണ്ടി ഞാൻ ഉടനെ വരും. അതുവരേക്കും ബൈ ബൈ ബൈ. Like, share, subscribe. Be with Beardman.